ഫുട്ബോളിനെ കുറിച്ച് സ്ത്രീകൾക്ക് ഒന്നും അറിയില്ലെന്ന് ട്രോളുന്നവർ കോട്ടയ്ക്കൽ കാവതിക്കുളത്തെ റൈഹാനത്ത് ടീച്ചറെ ഒന്ന് പരിചയപ്പെടണം. ഫുട്ബോൾ ലോകകപ്പിന്റെ ഹാർട്ട് കോർ ഫാനായ ടീച്ചറുടെ പക്കൽ 4 പതിറ്റാണ്ട് കാലത്തെ ലോകകപ്പ് വിശേഷങ്ങളുണ്ട്. പല പല ലോകകപ്പ് കാലങ്ങളിലെ ചരിത്ര നിമിഷങ്ങളും വാർത്തകളുമെല്ലാം നിധി പോലെ സൂക്ഷിക്കുകയാണ് ടീച്ചറും കുടുംബവും. ഈ കാഴ്ചയൊക്കെയും പുതുതലമുറയ്ക്ക് തീർച്ചയായും കൗതുകമാകും. ഒപ്പം പഴയ തലമുറയ്ക്ക് വലിയ ഗൃഹാതുരതയും. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന് വലിയ ചരിത്രമാണുള്ളത്. ആ ചരിത്രങ്ങളെല്ലാം പത്രവാർത്തകളായി നിധി പോലെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു ടീച്ചർ. ആ ടീച്ചറുടെ വിശേഷങ്ങളിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. പാതിരാത്രിയുള്ള കളികൾ, ടോർച്ചടിച്ചും ചൂട്ട് തെളിച്ചും ക്ലബിലും ടിവിയുള്ള വീടുകളിലുമൊക്കെ കളി കണ്ട് മടങ്ങി ഉറക്കച്ചടവോടെ ജോലിക്കും സ്കൂളിലേക്കുമൊക്കെ പോയിരുന്ന ഒരു കാലമില്ലേ? ആ കാലത്തേക്ക് കൈപിടിച്ചു നടത്തും ഈ പത്രവാർത്തകളൊക്കെ. 1930 മുതലുള്ള ഫുട്ബോൾ രേഖകളുണ്ട് റൈഹാനത്ത് ടീച്ചറുടെ ഈ ശേഖരത്തിൽ. പെലെയും മറഡോണയും റൊണാൾഡോ റൊസാരിയോയും റൊണാൾഡീഞ്ഞോയും സിനദിൻ സിദാനുമൊക്കെ കളിക്കളത്തിൽ നിറഞ്ഞ പല കാലങ്ങൾ. ക്രിസ്റ്റിയാനോ റൊണാൾഡോയെയും മെസ്സിയെയും ആഘോഷിച്ചു തുടങ്ങിയ നാളുകൾ. ഒടുവിൽ നെയ്മറും എംബാപ്പയും, ഇപ്പോൾ ലാമിൻ യമാൽ വരെയും. പല കാലങ്ങളിൽ മാന്ത്രികതയാൽ മൈതാനങ്ങളെ ത്രസിപ്പിച്ച കളിക്കാരുടെ ചിരിയും ആഘോഷവും തകർച്ചയും കണ്ണീരുമൊക്കെയുണ്ട് കോട്ടയ്ക്കൽ കാവതികുളം ഉള്ളാടശ്ശേരി റൈഹാനത്ത് ടീച്ചറുടെ വാർത്താ കളക്ഷനുകളിൽ. ഫുട്ബോൾ ഒന്നുമല്ലാത്ത ഒരു മനുഷ്യന് ഇതൊക്കെ എന്തെന്ന് തോന്നിയെന്ന് വരാം. പക്ഷേ ഫുട്ബോളിനെ ജീവശ്വാസമായി കാണുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഇതൊക്കെ വലിയ നിധി തന്നെയായിരിക്കും. ഞാനൊരു ബ്രസീൽ ആരാധികയാണ്. എനിക്ക് അന്ന് ഇഷ്ടമുള്ളത് റൊണാൾഡീഞ്ഞോ ആണ്. അപ്പോൾ അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് പിന്നെ ഫുട്ബോൾ കാണാൻ തുടങ്ങിയത്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ പേപ്പറാണെങ്കിൽ ഇതിലുണ്ടാവും. അതൊക്കെ അങ്ങനെ കിട്ടിയതാണ്. എവിടെന്നെങ്കിലൊക്കെ പോകുമ്പോൾ കിട്ടും, എടുത്തു വെക്കും. അപ്പം വലിയ ഇഷ്ടമാണ് ഫുട്ബോൾ. മക്കളൊക്കെ ആയിട്ട് ഇരുന്ന് കാണാറുണ്ടോ ടീച്ചറെ? കാണാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യവും ബ്രസീലിനെ തന്നെയാണ് അല്ലേ? ബ്രസീലിൽ തന്നെയാണ്. അങ്ങനെ മാറില്ല. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയെന്ന് പറഞ്ഞാൽ 2014 ബ്രസീല് ജർമ്മനിയായിട്ട് 7 ഗോളിൽ തോറ്റപ്പോഴാണ് ഒരു 7-അപ്പ് ആരോപണം. അതെ, അപ്പോഴാണ് ഭയങ്കര സങ്കടം തോന്നിയത്. 1986 വിവാദമായ മറഡോണയുടെ കൈകൊണ്ടുള്ള ഗോൾ ബ്രസീലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ തോൽപ്പിച്ച ഫ്രാൻസ്. അർജന്റീന കാമറൂണിനോട് തോൽവി വഴങ്ങിയത്. 98 സിദാൻ എണ്ണം പറഞ്ഞ 2 ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ചത്. സ്വന്തം നാട്ടിൽ 7-1 ബ്രസീൽ ജർമ്മനിയോട് തോറ്റത്. ഫ്രാൻസിന്റെ 2ാം കിരീട നേട്ടം. 2022 ബ്രസീലിന്റെ തോൽവി. അർജന്റീന സൗദിയോട് തോറ്റത്. അങ്ങനെ വാർത്തകളും ലോകകപ്പ് മത്സരങ്ങളുടെ അപൂർവ ചിത്രങ്ങളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. നമ്മൾ ഈ പഴയ കളക്ഷനുകളൊക്കെ ഉണ്ടല്ലോ പത്രം, അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ബ്രസീലിന്റെ ആണോ അങ്ങനെയാണോ, അതോ മൊത്തത്തിൽ എല്ലാ വാർത്തകളും ശേഖരിച്ചു വെക്കാറുണ്ട്? എല്ലാ വാർത്തകളും വെക്കാറുണ്ട്. ബ്രസീലെന്ന് അങ്ങനല്ല, എല്ലാതും. നീ ഇപ്പൊ മറ്റുള്ള ബ്രസീലിന്റെ കളി കഴിഞ്ഞാൽ മറ്റുള്ള കളി എല്ലാതും എടുത്തു വെക്കും. ബ്രസീൽ തോറ്റ് പുറത്തായാലും എടുത്തു വെക്കും. എല്ലാം അവസാനം വരെ എടുത്തു. അതെ, അർജന്റീനയോ ബ്രസീലോ ഫ്രാൻസോ ജർമ്മനിയോ ടീമുകൾ ഏതായാലും പല കാലങ്ങളിൽ പല തലമുറകൾ കരഞ്ഞും ചിരിച്ചും കണ്ടുതീർത്ത ലോകകപ്പ് മത്സരങ്ങളുടെ എല്ലാം മികച്ച നിമിഷങ്ങൾ ഈ ശേഖരത്തിലുണ്ട്. ഇതിഹാസ താരങ്ങൾ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ മൈതാനങ്ങളെ ത്രസിപ്പിച്ച എത്രയെത്ര മാസ്മരിക നിമിഷങ്ങളാണ് റൈഹാനത്ത് ടീച്ചർ നിധി പോലെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. ഇവയൊക്കെയും പല തലമുറകൾക്കും ആഴത്തിൽ ഗൃഹാതുരമാകുമെന്നത് ഉറപ്പാണ്. സ്ത്രീകൾക്കൊക്കെ എന്ത് ഫുട്ബോൾ ഓർമ്മകൾ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ പത്രങ്ങൾ. സ്ത്രീകളുടേതു കൂടിയാണ് ലോകകപ്പ് ആവേശമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു റൈഹാനത്ത് ടീച്ചർ. റൊണാൾഡീഞ്ഞോയോടുള്ള ഇഷ്ടം കൊണ്ട് ബ്രസീലിന്റെ കട്ട ഫാനാണ് ടീച്ചറെങ്കിലും വേൾഡ് കപ്പിലെ എല്ലാ ടീമുകളുടെയും വിശേഷങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാവതികുളം MLP സ്കൂൾ കുറ്റിപ്പുറം നോർത്തിലെ അധ്യാപികയായ റൈഹാനത്ത് ടീച്ചറുടെ ലോകകപ്പ് പ്രേമത്തിന് പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടിയായ ഭർത്താവ് ഷെരീഫ് ഉള്ളാടശ്ശേരിയാണ് കട്ട സപ്പോർട്ടുമായി ഒപ്പമുള്ളത്. ഭർത്താവും മക്കളായ മുഹമ്മദ് സിദാനും മുഹമ്മദ് ഷിഹാനും ടീച്ചർക്കൊപ്പം ബ്രസീൽ ഫാനാണ്. മൂത്ത മകൻ മുഹമ്മദ് ഷഹീൻ പക്ഷേ അർജന്റീന ഫാനും.
മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഫുട്ബോളിന്റെ കട്ട ഫാനായ റൈഹാനത്ത് ടീച്ചർ മകന്റെ പേരും ഫുട്ബോൾ താരത്തിന്റെ, പ്രശസ്തമായ ഒരു ഇതിഹാസ താരത്തിന്റെ പേരാണ് ഇട്ടിട്ടുള്ളത്. രണ്ടാമത്തെ മകൻ അല്ലേ? അപ്പൊ ആ പേര് കൂടെ ഒന്ന് പറഞ്ഞോളൂ. മുഹമ്മദ് സിദാൻ. അതെ, സിദാന്റെ മകൻ ഇപ്രാവശ്യം കളിക്കുന്നുണ്ട് അല്ലെ? തീർച്ചയായും. അപ്പൊ അതിലും വലിയ സന്തോഷം അല്ലേ? അപ്പം സ്ത്രീകൾക്ക് ഫുട്ബോളിനോട് അത്ര ഇഷ്ടമല്ല, അല്ലെങ്കിൽ അത്ര ഫാൻസ് ഒന്നും സ്ത്രീകളിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നവർ കേൾക്കാൻ കൂടിയാണ് റൈഹാനത്ത് ടീച്ചറുടെ ഈ വിശേഷം കേരള വിഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്യാമറ പേഴ്സൺ വൈഷ്ണവിനോടൊപ്പം അശ്വിനി ശ്രീവേൽ, കേരള വിഷൻ.